ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവിനാൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, യുവതിയുവാക്കന്മാരെ, കുട്ടികളെ, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മൾ നോമ്പിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈ നോമ്പുകാലം വലിയ ദൈവകൃപ സ്വീകരിക്കുവാൻ, ആത്മീയ അഭിഷേകം സ്വന്തമാക്കുവാൻ, കൃപാവരങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണ്. നമ്മൾ ഈ നോമ്പിലൂടെ ആഴമായ ഒരു ഹൃദയ പരിവർത്തനത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ ജീവിതം മൊത്തത്തിലൊരു മാറ്റമുണ്ടാവണം. ഇത്രയും കാലം നമ്മൾ ജീവിച്ചതുപോലെയല്ല, ഒരു പുതിയ സൃഷ്ടിയായി. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. യേശു പറഞ്ഞു, ഞാൻ സഹായകനെ തരും. നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കണം. പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാർ അസാധാരണമായ ദൈവശക്തിയുടെ മനുഷ്യരായി, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവരായിട്ട് മാറി. അതുമാത്രമല്ല, സാത്താനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിട്ട് മാറി. ഏതു സഹനത്തെയും അതിജീവിക്കാൻ കരുത്തുള്ള, ആത്മകരുത്തുള്ള വ്യക്തികളായിട്ട് അപ്പസ്തോല സമൂഹം മാറുകയാണ്. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്കും ഇതുതന്നെ വേണം. അപ്പസ്തോലന്മാർക്ക് കൊടുത്ത അതേ ആത്മാവിൻ്റെ ശക്തി, അഭിഷേകം, കൃപാവരങ്ങൾ നമുക്ക് പ്രാപിക്കണം. ഈ ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കട്ടെ. വലിയ ആത്മദാഹത്തോടുകൂടി, വലിയ തീഷ്ണതയോടുകൂടി നമുക്ക് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 5 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. പിതാവായ തോബിത്ത് തൻ്റെ മകനായ തോബിയാസിനോട് പറയുകയാണിത്. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കണം. നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിച്ചത്, അവൻ ചൊരിഞ്ഞ നന്മകൾ, അനുഗ്രഹങ്ങൾ എല്ലാം ഓർക്കണം. കർത്താവിനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഓർക്കണം. എത്രയോ ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ പരിപാലിച്ചു. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയേ, വലിയ അപകടങ്ങളും രോഗങ്ങളും ആപത്തുകളിൽ നിന്ന് കർത്താവ് നമ്മളെ സംരക്ഷിച്ചില്ലേ? സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന് തരിപ്പണമായപ്പോൾ കർത്താവിൻ്റെ അതിശക്തമായ ഇടപെടലുകളിൽ നമ്മുടെ ജീവിതത്തെ അവൻ കൈപിടിച്ചുയർത്തിയില്ലേ? എല്ലാം ഓർക്കണം. നന്ദി പറയണം അവിടത്തേക്ക്. കർത്താവിനെ പുകഴ്ത്തണം. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പന ലംഘിക്കുകയോ അരുത്. പാപത്തിൽ നിന്ന് മാറി നിൽക്കണം. പാപസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പ്രത്യേകിച്ച് പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളെ നമ്മൾ ഒഴിവാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ മദ്യപാനിയോ അസാന്മാർഗിയോ കള്ളനോ വ്യഭിചാരിയോ ദുഷ്ടനോ സ്വർഗഭോഗിയോ ഒക്കെ ആണെന്ന് കണ്ടാൽ അവനുമായിട്ട് സംസർഗം പാടില്ല എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സംസർഗം പാടില്ല. തെറ്റായ സംസർഗം, പാപത്തിൻ്റെ സുഖങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് നിന്നെയും പാപത്തിലേക്ക് നയിക്കും. കാരണം അവർ പ്രവർത്തിക്കുന്ന ആ തിന്മയുടെ ആത്മാവ്, ആ സ്പിരിറ്റ് നിന്നെയും പിടികൂടും, നിന്നെയും പാപത്തിൻ്റെ അടിമത്തത്തിലാക്കും. അത് തെറ്റായ പാപബന്ധങ്ങളിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ പാടില്ല. അത് നമ്മൾ ഒഴിവാക്കണം.
ഈ നോമ്പിൻ്റെ നാളിൽ അതൊരു ഉറച്ച തീരുമാനമെടുക്കണം. നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വ്യക്തിബന്ധങ്ങൾ എത്ര വലുതുമാവട്ടെ, ആ വ്യക്തിബന്ധങ്ങളെ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ ആത്മനാശത്തിലേക്ക് നയിക്കുന്ന വ്യക്തിബന്ധങ്ങളെ നമ്മൾ ഒഴിവാക്കിയേ മതിയാവത്തുള്ളൂ. ഇത് ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ നമുക്ക് വില കൊടുത്ത് പ്രാർത്ഥിക്കാം. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. ജീവിതത്തിലുടനീളം നീതിനിഷ്ഠമായ പ്രവൃത്തികൾ ചെയ്യുക. നീതികേടായിട്ട് ആരോടും പ്രവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ബന്ധുക്കൾ, അല്ലെ സ്നേഹിതര്, കൂട്ടുകാര്, ആരുമാവട്ടെ, ആരോടും നീതികേട് കാണിക്കാൻ പാടില്ല, വഞ്ചന കാണിക്കാൻ പാടില്ല. ഈ അടുത്ത നാളിൽ ഒരു സഹോദരി എൻ്റെ അടുക്കൽ പറഞ്ഞ അനുഭവമാണ്. അവരുടെ 40 പവൻ സ്വർണം കൂട്ടുകാരിയെ സഹായിക്കാനായിട്ട് കൊടുത്തതാണ്. പണയം വെക്കാനും വിട്ടു. വർഷങ്ങളായി അത് തിരിച്ചെടുത്ത് കൊടുത്തിട്ടില്ല. ഇവർ സാമ്പത്തികമായിട്ട് തകർന്നു. ഇവിടെ മകളുടെ കല്യാണം വരുന്നു, ഒരു മാർഗവുമില്ല. വലിയ കഷ്ടതയിലാണ്. നീതികേടല്ലേ കാണിക്കുന്നത്. മറ്റൊരു സഹോദരി ഇതാ പറയുന്നു, എന്നോട് പറഞ്ഞത് 2 കോടി രൂപയുടെ ബാധ്യത ഉറ്റ സ്നേഹിതന് സ്വന്തം വീടും സ്ഥലവും ഈടുവെക്കാനായിട്ട് കൊടുത്തതാണ്. അങ്ങനെ ഈടുവെച്ച് പണമെടുത്തതാണ്. പണമെടുത്തതല്ലാതെ കൂട്ടുകാരൻ പണമടച്ചില്ല. ഇപ്പം 2 കോടി, അത് പലിശയൊക്കെ കൂടി 4 കോടിയോ മറ്റോ അടുത്തായി എല്ലാം ജപ്തിയിൽ കിടക്കുകയാണ്. അനീതിയാണിത്, വഞ്ചനയാണിത്. അപ്പം ഇത് നീതിനിഷ്ഠമായ പ്രവൃത്തിയല്ല. ജീവിതകാലത്തിൽ അനീതിയുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ആത്മവഞ്ചന ചെയ്യാൻ പാടില്ല. ഇതൊരു തീരുമാനമായിരിക്കണം. ആരോടും അനീതി പ്രവർത്തിക്കരുത്. നമ്മൾ മൂലം ആരുടെയും ജീവിതം തകർന്നു പോകരുത്. നമ്മൾ മൂലം ആരുടെയും അഭിമാനം നഷ്ടപ്പെടുത്തരുത്. ഇന്ന് നമുക്ക് കാണാം, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എത്രയോ പേരുടെയാണ് അഭിമാനത്തെ തകർക്കുന്ന വിധത്തിലുള്ള ഓരോ വാർത്തകളും കാര്യങ്ങളൊക്കെ പടച്ചുവിട്ട് ജീവിതം തകർന്നു പോകുന്നത്. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നിന്റെ എല്ലാ പ്രവൃത്തികളിലും ഐശ്വര്യമുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണിത്. നിന്റെ പ്രവൃത്തികളെല്ലാം സത്യനിഷ്ഠമായിരിക്കണം. അതായത് സത്യത്തിൽ അടിസ്ഥാനമിട്ടതായിരിക്കണം. സത്യവിരുദ്ധമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. കൈക്കൂലി, അഴിമതി, വഞ്ചന, തട്ടിപ്പ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർ ധാരാളമായിട്ടുണ്ട് സമൂഹത്തിൽ. സത്യനിഷ്ഠമായ കാര്യങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകണം. സത്യവിരുദ്ധമായിട്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്ത ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നീ മുൻപോട്ടു നീങ്ങിയാൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നിന്റെ ജോലി, നിന്റെ ബിസിനസ്, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം, എല്ലാ മേഖലകളിലും ഉയർച്ചയും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. നിന്റെ എല്ലാ പ്രവൃത്തികളിലും ഐശ്വര്യം വേണോ? നീ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. വചനം പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം ദൈവത്തിൻ്റെ വചനമാണ്. സത്യം ക്രിസ്തു എന്ന വ്യക്തിയാണ്. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. നമ്മൾ ദാനം ചെയ്യണം. ആർക്കാണ്? നീതിനിഷ്ഠയോടെ ജീവിക്കുന്ന പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും ഒക്കെ ദാനം ചെയ്യണം. അതുപോലെ സുവിശേഷ വേലയ്ക്കായിട്ട് നമ്മുടെ സമ്പത്ത് നമ്മൾ പങ്കുവയ്ക്കണം. ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ സമ്പത്ത് നമ്മൾ വീതം വെച്ച് കൊടുക്കണം. അതൊക്കെ നമ്മൾ ചെയ്യണം.
ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, നമ്മുടെ അകൃത്യങ്ങൾ മായ്ക്കപ്പെടുവാൻ നമ്മുടെ സമ്പത്ത് നമ്മൾ ദാനം ചെയ്യണം. സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കരുണ കാണിക്കും. ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമാണ് ദാനധർമ്മം. അതുകൊണ്ട് ദാനധർമ്മം നമ്മൾ ചെയ്യണം. മടി വിചാരിക്കരുത്. ദരിദ്രരോട് കരുണ കാണിക്കണം. ദരിദ്രർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ സമ്പത്തൊക്കെ പങ്കുവയ്ക്കണം. ആഹാരം പങ്കുവയ്ക്കണം. ധാരാളം വസ്ത്രങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ കൊടുക്കണം. പറ്റുന്നവരൊക്കെ നമ്മൾ സഹായിക്കണം. ദാനധർമ്മം ചെയ്യുന്നതിൽ നീ മടി കാണിക്കരുത്. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നിർബന്ധമായിട്ട് ദാനധർമ്മം ചെയ്യണം. നമ്മൾ ഉപവാസം എടുക്കാറുണ്ട് ഈ നോമ്പിലൊക്കെ. ആ ഉപവാസത്തിൻ്റെ അന്നത്തെ അതൊരു തുക കൊണ്ടിട്ട് മാറ്റിവെക്കണം. 50 ദിവസത്തിൽ എത്ര ദിവസം ഉപവാസം എടുക്കുന്നോ അത്ര ദിവസത്തെ പണം ഓരോ ദിവസവും ഒരു തുക മാറ്റിവെച്ച് അതൊക്കെ അങ്ങോട്ട് ദാനം ചെയ്തേ. അതൊക്കെ വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. ദാനധർമ്മം ചെയ്യാനായിട്ട് പലർക്കും മടിയാണ്. കൊടുത്താൽ കുറഞ്ഞു പോകുന്ന അവർ വിചാരിക്കുന്നത്. പക്ഷെ അത് തെറ്റായ ചിന്തയാണ്. കൊടുക്കുന്നവർക്കാണ് ദൈവം കൂടുതൽ കൊടുക്കുന്നത്. കൊടുക്കുന്നവരെ കൂടുതൽ കൂടുതൽ അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ഇത് കുറിച്ച് വെക്കണം. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. പാവപ്പെട്ടവൻ്റെ പക്ഷത്തു നിൽക്കണം. ദരിദ്രൻ്റെ പക്ഷത്തു നിൽക്കണം. ജീവിതം തകർന്നവൻ്റെ പക്ഷത്തു നിൽക്കണം. ആരോരുമില്ലാത്തവൻ്റെ പക്ഷത്തു നിൽക്കണം. ഉടുവസ്ത്രമില്ലാത്തവൻ്റെ പക്ഷത്തു നിൽക്കണം. വീടില്ലാത്തവൻ്റെ പക്ഷത്തു നിൽക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പാവപ്പെട്ടവരോടും ദരിദ്രരോടും നമ്മൾ കരുണ കാണിക്കണം. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.